വയോജനങ്ങൾക്ക് തണൽ എന്ന സംഘടന വർഷം തോറും നടത്തിവരാറുള്ള കർഷക മാസത്തിലെ ഔഷധക്കൂട്ടുമരുന്ന് കഞ്ഞി വിതരണം നടത്തി. ചടങ്ങിൽ വയോജനങ്ങൾക്ക് തണൽ പ്രസിഡന്റ് VS ബെനഡിക്ട് അധ്യക്ഷത വഹിച്ചു. ബാലസാഹിത്യാലയം CP പള്ളിപ്പുറം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നിരവധി വയോജനങ്ങളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. നമ്മൾ പല പരിപാടികളും വയോജനങ്ങളുടെ സംഘടനയുമായി ബന്ധപ്പെട്ട് നടത്തിപ്പോരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നടത്തിവരുന്ന കർക്കിടക മാസ ഔഷധക്കൂട്ടുമരുന്ന് പരിപാടി നമ്മുടെ പ്രിയങ്കരനായ പള്ളിപ്പുറക്കം പ്രിയങ്കരനായ CP മാഷ് ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ഇതിലൂടെ എല്ലാവർക്കും ഒരു സന്തോഷപ്രദമായ ഔഷധക്കൂട്ടുമരുന്നിന് ലഭിക്കുന്നതിന് പല ചരിത്രങ്ങളുണ്ട്. അതൊന്നും നമുക്കിവിടെ സംസാരിക്കാവുന്നില്ല. ദൈവം മഴ മാറ്റി തന്നിരിക്കുകയാണ്. അതിൻ്റെ പേരിൽ ഈ പരിപാടിയുമായി സഹകരിച്ച നിങ്ങളെല്ലാവരും നിങ്ങൾ അഭിനന്ദിക്കുക. അത് തന്നെയല്ല ഈ ചെറിയൊരു ഫംഗ്ഷൻ നമ്മൾ എന്ത് വിളിച്ചാലും നമ്മുടെ മുമ്പിൽ ഓടി വന്ന് നമ്മളുമായി ഒപ്പം നിന്ന് സഹകരിക്കുന്ന CP മാഷിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. സാറ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾ. സുഹൃത്തുക്കളെ, ഞാനടക്കമുള്ള വയോജനങ്ങൾ ഇവിടെ ശ്രീ ബെനഡിക്ട് സൂചിപ്പിച്ചതുപോലെ വയോജനങ്ങളുമായി ബന്ധപ്പെട്ട് കുറേ വർഷങ്ങളായി ബെനഡിക്ട് ഇതേപോലുള്ളൊരു പരിപാടി സംഘടിപ്പിച്ചു വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. വയോജനങ്ങൾക്ക് തണൽ എന്ന ടൈറ്റിലിൽ ആ ശീർഷകത്തിൽ വളരെ കാലമായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. വയോജനങ്ങൾക്ക് വേണ്ട ഇടയ്ക്കിടെ ചെയ്യാവുന്ന സഹായ സഹകരണങ്ങളൊക്കെ പലയിടത്തു നിന്നും സംഘടിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ സ്വന്തം കയ്യിൽ നിന്നെടുത്ത് എല്ലാം ചെയ്യുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പം അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ വിശേഷ ദിവസം ബെനഡിക്ട് സൂചിപ്പിച്ചതുപോലെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. നമ്മുടെ കർക്കിടക മാസം, ഇപ്പോൾ ഇവിടുത്തെ കുട്ടികളൊന്നും കർക്കിടകമെന്നൊന്നും കേട്ടിട്ടില്ല എന്നാണ് സത്യം. ആ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാള മാസത്തിൻ്റെ അവസാനത്തെ മാസം. പണ്ടൊക്കെ നമ്മളതിനെ പറഞ്ഞിരുന്നത് കള്ളക്കർക്കിടകം എന്ന് പറയും. ചിലർ പഞ്ഞക്കർക്കിടകം എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടാവും. പക്ഷേ പല ആളുകൾക്കൊക്കെ ഓർമ്മയുണ്ടായി. കള്ളക്കർക്കിടകമെന്നും പഞ്ഞക്കർക്കിടകം എന്നൊക്കെയാണ് പലരും വിശേഷിപ്പിച്ചിരുന്നത്. അതെന്താണെന്ന് അറിയുമ്പോൾ കാരണം അന്ന് നമ്മളീ കാണുന്ന ഈ പള്ളിയില്ല, ടോമിച്ചേട്ടൻ്റെ വീടില്ല, ഈ കെട്ടിടങ്ങളൊന്നുമില്ല. ഇവിടെ ഉണ്ടായിരുന്നത് വെറുതെ കൂരകളായിരുന്നു. കൂരകൾ, ഓലമേഞ്ഞ ഈ മഴയത്ത് മഴ പെയ്യുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം നമ്മുടെ വീടുകളിൽ, നമ്മുടെ വായിൽ വന്ന് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ വായിൽ വന്ന് വീഴുന്ന ഒരു കാലം. അധികം നാളൊന്നും ആയിട്ടില്ല ഇത്. ഞാൻ പറയുന്നത് 70-80 വർഷം മുമ്പുള്ള നമ്മുടെ നാടിൻ്റെ ഒരു സ്ഥിതിയാണ്. അങ്ങനെയായിരുന്നു. ആ കാലത്താണ് നമ്മൾ പഞ്ഞക്കർക്കിടകം, കള്ളക്കർക്കിടകം എന്നൊക്കെ പറഞ്ഞ് അതിനെ ആക്ഷേപിച്ചിരുന്നത്. കാരണം വീടുകളിലൊന്നും ചട്ടിയിലൊന്നും പുകയുന്നില്ല, പണിയില്ല. ഇവിടെ ഉണ്ടായിരുന്ന പണിയെന്ന് പറഞ്ഞാൽ കയറ് വിരിക്കുന്ന ജോലി, മണൽ തല്ലുന്ന ജോലി. മഴ വന്നാൽ ഇതൊക്കെ എങ്ങനെ നടക്കാനാണ്? ആ ജോലി ഒന്നുമില്ലാതെ ആളുകളെല്ലാം, കൽപ്പണിക്കാരും എല്ലാം കയറി വീട്ടിലിങ്ങനെ കുത്തിയിരിക്കും. ഒരു പൈസ കിട്ടാൻ നിവൃത്തിയില്ല. പൈസ കിട്ടാതെ അരി കിട്ടുന്നത് എവിടെയാണ്? ഒന്നും കിട്ടാൻ നിവൃത്തിയില്ലാതെ വീട്ടിലെ അടുപ്പിന് തീ കത്തിക്കാൻ പോലുമില്ല. തീയില്ലാത്ത കാലം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? തീയില്ലാത്ത കാലം, വീട്ടിൽ ഒരു തീപ്പെട്ടിക്കോല് പോലും ഇല്ലാത്ത കാലം. അയൽപക്കത്ത് നിന്ന് പൊതിമടലിൽ തീ വാങ്ങിച്ചുകൊണ്ടുവന്ന് നമ്മുടെ അടുപ്പിൽ കത്തിച്ചിരുന്ന ഒരു കാലം. തമാശയോ കഥയോ അല്ല. ഞാൻ കഥ എഴുതുന്ന ആളാണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഇത് കഥയല്ല, കണ്ണുകൊണ്ട് കണ്ട നമ്മുടെ നാട്ടിലെ കാഴ്ചകളാണ്. ആ കർക്കിടകത്തിൻ്റെ അവസാന മാസത്തിൻ്റെ 1-ാം തീയതിയാണ്. 1-ാം തീയതി ഇപ്പോൾ വളരെ വിശേഷപ്പെട്ട ദിവസമായിട്ടാണ്. ഹിന്ദുക്കളെ സംബന്ധിച്ചാണെങ്കിൽ നമ്മുടെ രാമായണ മാസം ആരംഭിക്കുന്നു. രാമായണ മാസത്തിന് തുടക്കം കുറിക്കുന്നു. വീടുകളിലൊക്കെ വൈകുന്നേരം ആകുമ്പോൾ 1 മുതൽ ചിന്നത്തെ ആചാര്യൻ്റെ രാമായണം കുറിപ്പാട്ടൊക്കെ വായിക്കും. ശാരികപ്പൈതലേ ശാരിശീലേ വരിക ആരോമലേ കഥാശേഷം ചൊല്ലു നീ കഥയമ കഥയമ കഥകളി കേട്ടാൽ ഒരു ചെറിയ കായ് അടിഞ്ഞു കിടക്കും. നമ്മുടെ നാട്ടിലുണ്ടാകുന്നതല്ല, കിഴക്കൻ വെള്ളത്തിന് എവിടുന്നോ ഒഴുകി വരുന്ന ഒരു കായാണ്. അതെടുത്ത് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അമ്മ പറയും, മോനെ അത് സൂക്ഷിച്ചു വെച്ചോ, നമുക്ക് കർക്കിടകത്തിന് മരുന്ന് കഞ്ഞി വയ്ക്കാം എന്ന് പറയും. അങ്ങനെ അതൊക്കെ ഇട്ട് ഉണ്ടാക്കിയ മരുന്ന് കഞ്ഞി
കുടിക്കുന്ന ഒരു അവസരം കൂടിയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ തൊട്ടായിരുന്നു, അമ്മ ഉണ്ടായിരുന്ന കാലത്ത് പറയും, മോനെ കർക്കിടകം പിറക്കുകയാണ്, 22-ാം തീയതിയാണ് നമ്മുടെ പിറന്നാൾ. ഇന്ന് കർക്കിടകം പിറക്കുന്നത് എന്താണെന്ന് ഒരു കുട്ടിക്ക് അറിഞ്ഞുകൂടാ. കർക്കിടകം എന്ന വാക്ക് കേട്ടിട്ടില്ല. കർക്കിടക പെരുന്നാൾ, നമ്മൾ ആഗസ്റ്റ് 5 പെരുന്നാളെന്നൊന്നും ആരും പറഞ്ഞില്ല. മഞ്ഞുമാതാവിൻ്റെ പെരുന്നാളെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് കൂടുതലായിട്ട് ഇവിടെ പറഞ്ഞിരുന്നത് കർക്കിടകത്തിലെ പെരുന്നാളിനാണ്. എല്ലാ അമ്മമാരും അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ പെരുന്നാൾ വരുന്ന ഒരു മാസം കൂടിയാണിത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു ധന്യമായ ചടങ്ങ് ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. ഞങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി ബന്ധുക്കളുടെയും നമ്മുടെ എല്ലാ സുഹൃത്തുക്കളുടെയും സഹായത്തോടു കൂടി ഈ മരുന്ന് കഞ്ഞി വിതരണം ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു. എല്ലാവരും സാധാരണക്കാരാണ് ഈ വന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഓരോരുത്തർക്കും നല്ല കാര്യങ്ങൾ അയാൾ ചെയ്യണം, നല്ല കാര്യമാണ് ചെയ്യണം. ഞങ്ങൾക്ക് അയാളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ല കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. ചെറുതായി